മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. ഓട്ടിസം ബാധിച്ച കുട്ടിയെ രണ്ടാനമ്മയായ അധ്യാപിക ഉപദ്രവിച്ചതായി പരാതി. പട്ടിണിക്കിട്ടും ശരത്തിൽ പൊള്ളലേൽപ്പിച്ചും മാരകമായി പരിക്കേൽപ്പിച്ചതായുള്ള പരാതിയിൽ നിലമ്പൂർ വടപ്പുറം സ്വദേശിനി ഉമേറയ്ക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു. ചൈൽഡ് ലൈനിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് നടപടി. കുട്ടിയുടെ മരിച്ച മാതാവിന്റെ പിതാവായ KT അബ്ദുസമ്മദിന്റെ സംരക്ഷണയിലാണ് കുട്ടി ഇപ്പോൾ ഉള്ളത്. പെരിന്തൽമണ്ണ എരവിമംഗലം സ്വദേശിയുടെ ഓട്ടിസം ബാധിച്ച മകനായ 6 വയസ്സുള്ള കുട്ടിക്ക് മർദ്ദനമേറ്റതായാണ് പരാതി. കുട്ടിയുടെ പിതാവ് വിദേശത്താണ്. രണ്ടാനമ്മയും അധ്യാപികയുമായ ഉമൈറ കുട്ടിയെ പട്ടിണിക്കിട്ടും ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ചും മർദ്ദിച്ചിരുന്നതായും പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. കുട്ടിയുടെ ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ച പാടുകളുണ്ട്. മലപ്പുറം കുടുംബ കോടതിയുടെ താൽക്കാലിക ഉത്തരവ് പ്രകാരം കുട്ടിയുടെ മരിച്ച മാതാവിൻ്റെ പിതാവായ KT അബ്ദുസമ്മദിൻ്റെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ കുട്ടി കഴിയുന്നത്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ ആദ്യ ദിവസങ്ങളിലാണ് കുട്ടിയെ ഉപദ്രവിച്ചതും പൊള്ളലേൽപ്പിച്ച സംഭവവും ഉണ്ടായതെന്ന് അബ്ദുസമ്മദ് പറഞ്ഞു. ഞങ്ങൾ ജൂൺ 4-ാം തീയതി സ്കൂളിൽ ചെല്ലുന്ന സംഭവമാണ്. കുട്ടിക്ക് നടക്കാനും പിന്നെ മുഖത്തും ചെറിയിലൊക്കെ മുറിവിൻ്റെ പാടുകളൊക്കെ കണ്ടപ്പോൾ നോക്കിയപ്പോൾ വേറെ നോക്കിയപ്പോൾ ഷോൾഡറിൻ്റെ കൈയിൻ്റെ അവിടെ പൊള്ളലേറ്റത് കണ്ടു. ചന്തിയുടെ ഭാഗത്തൊക്കെ പൊള്ളലുണ്ട്, പക്ഷെ അതൊന്നും നമ്മളന്ന് കണ്ടിട്ടില്ല. ഡ്രസ്സൊന്നും അയക്കാൻ സംഭവിക്കാത്തത്. അത് കണ്ട ഉടനെ മാഷ് അവിടുത്തെ പ്രധാന അധ്യാപകനോട് പറഞ്ഞു ഞങ്ങൾക്ക് കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന്. അവർ സമ്മതിച്ചില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ തിരിച്ചു പോന്നു. പിറ്റേന്ന് ഞങ്ങൾ വീണ്ടും സ്കൂളിൽ ചെന്നപ്പോൾ ഈ ഉമേറക്ക് വിളിച്ചിരുന്നു, കുട്ടി രണ്ടാനമ്മ. ഉമേറ അപ്പം പറഞ്ഞു ഞാൻ വടപുറത്താണ്. അത് വടപുറത്ത് ഇപ്പം ഏകദേശം അന്ന് സ്കൂളിൽ വന്നത് എരവിമംഗലത്ത് തിങ്കളാഴ്ച ഞങ്ങൾ കുട്ടിനെ കാണുമ്പോൾ, തിങ്കളാഴ്ച അല്ല 4-ാം തീയതി കുട്ടിനെ കാണുന്ന എരവിമംഗലത്തിന് വീട്ടിൽ നിന്ന് തന്നെ സ്കൂൾക്ക് വന്നിട്ടുണ്ട്. ചൊവ്വാഴ്ച അതായത് ജൂൺ 5-ാം തീയതി അവൾക്ക് സ്കൂളിൽ ചെന്നപ്പോൾ കുട്ടിയും വന്നിട്ടില്ല. ഉമേറി സ്കൂളിലെത്തി ലീവാണെന്ന് പറഞ്ഞു സ്കൂൾ അധികൃതർ. അങ്ങനെ ഉമേറാൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ കുട്ടികൾക്ക് ഹോസ്പിറ്റലിൽ പോവുകയാണ്, ഞാൻ വടപുറത്താണ്, എന്നെ കാത്തു നിൽക്കേണ്ട, ഞങ്ങൾ കുട്ടിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് കൊടുത്ത് കൊണ്ടുപോയി കുട്ടിനെ കൊണ്ട് കൊണ്ടാ, കുട്ടിനെ ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ കുട്ടീനെ കേസ് കൊടുത്ത് കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചൈൽഡിൽ റിപ്പോർട്ട് ഇത് കുട്ടിൻ്റെ ഈ പൊള്ളലും മുറിവിൻ്റെ പാടുകളൊക്കെ കാണിച്ചു കൊടുത്ത് ചൈൽഡിൽ റിപ്പോർട്ട് ചെയ്ത് അവരുടെ അന്വേഷണം പ്രകാരം അവരുടെ റിപ്പോർട്ട് പ്രകാരം പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്ത്. ചൈൽഡ് ലൈനിൽ പരാതി നൽകിയതിനെ തുടർന്ന് രണ്ടാനമ്മയ്ക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. കുട്ടിക്ക് 1.5 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടതാണ് മാതാവ്. വൈകാതെ പിതാവ് മുഹമ്മദ് ഷമീർ ഉമൈറയെ വിവാഹം കഴിച്ചു. രണ്ടാനമ്മയായ ഉമൈറ സംസാര കഴിവ് പോലുമില്ലാത്ത കുട്ടിയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നതായി അബ്ദുസമ്മദ് പറഞ്ഞു. ഓട്ടിസം ബാധിച്ചതിനാൽ കുട്ടിക്ക് സ്ഥിരമായി ചികിത്സ നൽകി വരികയാണ്. ഇപ്പോഴത്തെ സ്ഥിതി കുട്ടീനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുക, തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തെറാപ്പി സെൻ്ററിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ ഇപ്പോൾ പോലീസ് FIR ഇട്ടതിന് ശേഷം ഈ പ്രതി ഉമൈറ എന്ന ഉമൈറ ടീച്ചർ അധ്യാപികയാണ്. പക്ഷേ അധ്യാപകരുടെ ക്വാളിഫിക്കേഷനൊന്നും ഇല്ല, യോഗ്യതയൊന്നും ഇല്ലാതെ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അവരെ പ്രവർത്തിയുണ്ട്. അതുകൊണ്ട് അവർക്ക് തക്കതായ ശിക്ഷ കിട്ടണ ഈ കുട്ടീനെ ഉപദ്രവിച്ച്. കാരണം സംസാരിക്കാൻ വയ്യാതെ ഓട്ടിസം ബാധിച്ച കുട്ടിയാണ്. കുട്ടിക്ക് എന്താ ആവശ്യമുള്ളതെന്ന് പറയാൻ വയ്യ. ആവശ്യം നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതാണ് ആവശ്യങ്ങൾ. അത് തയ്യാറല്ല. അവർക്ക് ഇത്ര പറ്റൂ നോക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഞങ്ങൾ നേരിട്ട് നമ്മളോട് സംസാരിച്ചാണ് ഫോണിൽ കൂടെ. പിന്നെ അവരെ വീട്ടുകാർക്കും കുട്ടികളെ നോക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്.